ഹായ് ഫ്രണ്ട്സ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേപോലൊരു ഹോള് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് വിചാരിച്ച്, ഇത് നമ്മളുടെ കൃഷിയിടത്തിലെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ ഒരു മാളാണ് ഈ കാണുന്നത്, തൊരപ്പൻ. തൊരപ്പനാണ് ഇതിൻ്റെ മെയിൻ ആൾ. നമ്മളുടെ കൃഷിയിടത്തിലെ ശത്രു എന്ന് പറയുന്നത് തൊരപ്പനാണ്. പല ഐഡിയകൾ നോക്കി ഞാൻ ഈ തൊരപ്പനൊന്ന് തുരത്താനായിട്ട്. ഒരു രക്ഷയില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അവൻ ചെയ്ത് അതിന് റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ സൈഡാണ് ഈ കാണുന്നത് കേട്ടോ. വീടിൻ്റെ സൈഡൊക്കെ തുറന്ന് ഈ സൈസ് ആക്കി വെച്ചേക്കാണ്. ഇത് കണ്ട, മണ്ണൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് തറയുടെ ഉള്ളിലത്തെ മണ്ണുകൾ കംപ്ലീറ്റ് പുറത്തേക്ക് ആക്കി എടുത്തേക്കാണ് ആൾ. അപ്പോൾ ഞാൻ പല ഐഡിയകളും നോക്കി അതിനെ തുരത്താൻ ഒരു രക്ഷ കാണാണ്ടായപ്പോഴാണ് ഞാൻ നമ്മളെ സുഹൃത്തായിട്ട് സംസാരിച്ച്, അപ്പോൾ സുഹൃത്ത് ചെയ്ത ഒരു ട്രിക്കാണ് ഞാൻ പറയണത്. ഇതാണ് നമ്മളെ ട്രിക്ക് എന്ന് പറയണത്. ഈ സാധനം നമ്മുടെ വാഹനങ്ങളൊക്കെ ഗ്യാസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാർബൈഡാണ് ഈ സാധനം. ഇതിന് നല്ല ശക്തിയാണ്. കരിങ്കല്ലിൻ്റെ അതേ ഒരു ഷേപ്പാണ് ഈ സാധനത്തിന്. ഇതൊരു കാരണവശാലും ഇത് കയ്യിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ അപ്പോൾ തന്നെ നല്ലോണം കഴുകണം, വാഷ് ചെയ്യണം. പിന്നെ ഈ സാധനം വെള്ളം നനയാൻ പാടില്ല, കയ്യിൽ വെച്ചുകൊണ്ട് നനഞ്ഞ കൈ കൊണ്ട് തൊടാൻ പാടില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ലൈവായിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഒരു പാത്രത്തിൽ നമ്മൾ ഇതിട്ടിട്ട് അതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിട്ടാ. അപ്പോൾ ഇത്രയുള്ളൊരു പീസ് എടുത്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ട, വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ പവർ കണ്ട, വെള്ളം കിടന്ന് തിളക്കുക, അതിൽ നിന്ന് ഒരു പുക പോലത്തെ ഒരു ഇത് വരും. അപ്പോൾ ഈ വെള്ളം തിളച്ച് നിങ്ങൾക്ക് പൊങ്ങണ സമയത്താണ് ഈ പുക പോലത്തെ സാധനം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ മാളത്തിലേക്ക് ഇട്ടിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് തൊരപ്പൻ്റെ ശല്യമുള്ളവർ ഇത് വീട്ടിലിത് ചെയ്ത് നോക്കുക. ഇത് കിലോത്തിന് 140 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മളുടെ വാഹനങ്ങളുടെ പേച്ച് വർക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അതിപ്പോൾ കൊടുങ്ങല്ലൂരാണെങ്കിൽ നമ്മളെ കാവക്കടവിൽ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ഈ സാധനം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്ക്ഷോപ്പിൽ ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് ഇതൊരു വെള്ള കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, അവിടെ നിന്ന് ഫ്രീ ആയിട്ട് എടുത്തിട്ട് പോരാം. ഇതാകുമ്പോൾ ഇത് അതിനെക്കാട്ടിയും ബെറ്റർ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെക്കാട്ടിയും എഫക്റ്റ് ചെയ്യുന്നത് ഇതേപോലെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ആ ഹോളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് ഉള്ളിലോട്ടൊന്ന് ശരിക്കും ഒന്ന് തള്ളി കൊടുക്കണം. അതൊന്ന് നമുക്കതിൻ്റെ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആ ഭാഗമൊക്കെ ഡ്രൈ ആയി കിടക്കുകയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെള്ളം നമുക്കവിടെ തങ്ങി നിന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. കാരണം ഒരു പുക പോലെ വരുന്നുണ്ടല്ലോ. ഈ പുക വരുമ്പോൾ തന്നെ രൂക്ഷമായ ഒരു ഗന്ധം കൂടി ഈ പുകക്ക് വരും. ഈ ഗന്ധത്തിനാണ് ഈ എലി ചാവണതും ഈ എലി നമ്മളെ ഇതിൻ്റെ അടുത്തേക്ക് വരാത്തതും പിന്നെ നമ്മളെ ഈ എലി ശല്യം നമുക്ക് കുറയണതും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ പുക വരണുണ്ടില്ലേ. അപ്പോൾ ആ പുക ഒന്ന് പെട്ടെന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ടാമതും ഒരു കപ്പും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നല്ല പുക വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പുക പുറത്തേക്ക് പോവാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മണ്ണ് ഇട്ടതിനെ മൂടിയിട്ട് ആ പുക ആ ഹോളിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മണ്ണിട്ട് കൊടുത്ത് ടൈറ്റാക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും എലി ഇപ്പോൾ പകൽ സമയങ്ങളിൽ തുരപ്പനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഈ പെരിച്ചായി ചാവുന്നതായിരിക്കും. പിന്നെ പുറത്തു നിന്നുള്ള പെരിച്ചായി ഈ ഭാഗത്തേക്ക് ഇനി വരില്ല. കാരണം അതിൻ്റെ ആ സ്മെല്ല് അതിന് തീരെ പറ്റില്ല ഈ തുരപ്പനക്കൊക്കെ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള പുതിയ പുതിയ ടിപ്സുമായി നമുക്ക് ഇനി വീണ്ടും കാണാം.